രാവിലെ എഴുന്നേൽക്കാൻ മടിയുള്ളവരാണോ നിങ്ങൾ? ബ്രഹ്മമുഹൂർത്തി ഉത്തിഷ്ഠേ സ്വസ്ഥോഹോ രക്ഷാത്തമായിഷ എന്നാണ് ആയുർവേദം പറയുന്നത്. അതായത് രാവിലെ എപ്പോൾ എഴുന്നേൽക്കണം, ആരെഴുന്നേൽക്കണം, എന്തിനു വേണ്ടി എഴുന്നേൽക്കണം എന്നാണ് പറയുന്നത്. രാവിലെ എപ്പോൾ എഴുന്നേൽക്കണം? ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം. അതായത് രാവിലെ ഒരു 4:30 മണിയാകുമ്പോൾ എഴുന്നേൽക്കണം. ആരാണ് എഴുന്നേൽക്കേണ്ടത്? സ്വസ്ഥനായ വ്യക്തി എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ള വ്യക്തി. നമുക്ക് അസുഖമുള്ളപ്പോഴല്ല നാം എഴുന്നേൽക്കേണ്ടത്. പ്രിവെന്റീവ് ആസ്പെക്റ്റ് ആയിട്ടാണ് ഇത് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് എഴുന്നേൽക്കേണ്ടത്? ഡിസീസ് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫിന് വേണ്ടി, ആരോഗ്യമുള്ള ഒരു ലൈഫിന് വേണ്ടി. ബട്ട് 4:30 മണിക്ക് എല്ലാവരോടും എഴുന്നേൽക്കാൻ പറഞ്ഞാൽ അത് സാധ്യമാകുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ബട്ട് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സ്ലോ മോർണിംഗ് എങ്ങനെയാവണം, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. 4:30 മണിയാകുമ്പോഴത്തേക്ക് സൺറൈസ് ഒന്നും വിസിബിൾ അല്ല. പക്ഷെ എന്നാൽ പോലും ആ റേസിൽ നിയർ ഇൻഫ്രാറെഡ് റേസ്, റെഡ് റേസ്, UV റേസ്, ബ്ലൂ റേസ് ഒക്കെ പ്രസൻ്റ് ആണ്. ഇവ നമ്മുടെ ശരീരത്തിൻ്റെ ടിഷ്യൂസ് റിപ്പയർ ചെയ്യാനും ബയോളജിക്കൽ ക്ലോക്ക് സെറ്റ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്നു. ഈ റേസ് ഓരോന്നും എങ്ങനെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നു നമുക്ക് നോക്കാം. നിയർ ഇൻഫ്രാറെഡ് റേസ് ഇത് സ്കിന്നിൻ്റെ ഡീപ്പർ ലെയേഴ്സിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് ടിഷ്യൂ റിപ്പയർ ചെയ്യാനും ഒപ്പം ശരീരത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന മൈറ്റോകോൺട്രിയയെ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഡെയിലി ടിഷ്യൂസ് റിപ്പയർ ചെയ്യും, അതേപോലെ തന്നെ നമ്മുടെ മോർണിംഗ്സ് ഒക്കെ നല്ല എനർജറ്റൈസ്ഡും ആവും. ഇനി നെക്സ്റ്റ് സട്ടിൽ UV റേസ്. ഇത് മോഡേൺ സ്റ്റഡി അനുസരിച്ച് സൂര്യോദയത്തിന് മുൻപായി കാണുന്ന UVB റേസ് ആണ്. ആ സമയത്ത് UVB റേസ് കൂടുതലായി കാണപ്പെടുന്നു. ഇത് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിയും വൈറ്റമിൻ ഇയും ഉൽപാദനത്തിന് ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ട്. പിന്നെയുള്ളതാണ് ബ്ലൂ അവർ. 90 മിനിറ്റ്സ് ബിഫോർ സൺറൈസ് ആണ് പറയുന്നത്. ചുവന്നു വരുന്ന ആകാശത്തിന് മുൻപുള്ള സമയം. നമ്മുടെ ശരീരത്തിൻ്റെ മെലാറ്റോണിനെ സെപ്രസ് ചെയ്യാനും ഹാപ്പി ഹോർമോൺസായ സെറോട്ടോണിൻ, കോർട്ടിസോൾ ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കാനും സഹായിക്കുന്നു. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, രാവിലെ നേരത്തെ എഴുന്നേൽക്കുവാണെങ്കിൽ നമ്മുടെ ദിവസം കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആവും, കുറച്ചുകൂടി ഡിസിപ്ലിൻഡ് ആയി മാറും. 4:30 മണിക്ക് എഴുന്നേറ്റില്ലെങ്കിലും 6 മണിക്ക് മുൻപ് എഴുന്നേൽക്കാനും രാത്രി 10 മണിക്ക് മുൻപ് കിടക്കുവാനായി ശ്രദ്ധിക്കുക. കാരണം 10 മണിക്ക് കിടന്നാലാണ് നമുക്ക് 4 മണിക്ക് എനർജിയോട് കൂടി എണീക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കുട്ടികളിലും ശീലമാക്കുക. ഇവിടെ വരുന്ന ആസ്മ പേഷ്യൻസിൽ 50% കൂടുതലുള്ളവർക്കും എപ്പോഴും പറയുന്നതാണ് തളർച്ച, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, ശോധനയില്ല, വിട്ടുമാറാത്ത തലവേദന, പിന്നെ മറ്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസായ ഷുഗർ, കൊളസ്ട്രോൾ ഇതിനൊക്കെ മരുന്നെടുത്തിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പം മരുന്നിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിത രീതിയും ഒരു ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അതിൽ ആ വ്യക്തിയിൽ വരുന്ന മാറ്റം വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മെഡിസിനോടൊപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽസിൽ ഈ മാറ്റങ്ങൾ, രാവിലെ എഴുന്നേൽക്കുവാനും നമ്മുടെ ശരീരത്തിനെ ഒന്ന് ഊർജ്ജസ്വലപ്പെടുത്തുവാനും നമ്മൾ ശ്രദ്ധിക്കുക. മരുന്നിനോടൊപ്പം തന്നെ നല്ലൊരു ജീവിതചര്യയും ശീലമാക്കി നമുക്ക് നമ്മുടെ ആയുസ്സിനെ നന്നായി നമുക്ക് സംരക്ഷിക്കാം.